വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് കാരണം പ്രതിയുടെ പ്രണയത്തെ അടുത്ത ബന്ധുക്കൾ എതിർത്തതാകാമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതി അഫാൻ തന്റെ പ്രണയത്തെക്കുറിച്ച് മറ്റു ബന്ധുക്കളെ അറിയിക്കാനും ബന്ധുക്കളിൽ നിന്നും അനുമതി വാങ്ങാനും 2 ദിവസം മുൻപ് പിതാവിന്റെ ഉമ്മ സെൽമ ബീവിയുടെ വീട്ടിലെത്തി അവരെ ഏൽപ്പിച്ചു. എന്നാൽ സെൽമ ഉൾപ്പെടെ അടുത്ത ബന്ധുക്കൾ ഇതിനെ എതിർത്തതാകാം പ്രതിയെ പ്രകോപിതനാക്കാനും ക്രൂര കൊലപാതകത്തിൽ എത്തിച്ചതുമെന്നുമാണ് നിഗമനം. പ്രതിയുടെ വീട്ടിൽ നിന്നും 25 കിലോമീറ്ററോളം ദൂരമുണ്ട് സെൽമയുടെ വീട്ടിലേക്ക്. പ്രതി ഇരുചക്ര വാഹനത്തിൽ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയത് സമീപവാസികൾ കണ്ടവരുണ്ട്. സെൽമ ബീവിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവരുടെ 2 പവൻ വരുന്ന മാല പൊട്ടിച്ചെടുത്ത വെഞ്ഞാറമൂട്ടിലെ ഒരു സ്വകാര്യ ബാങ്കിൽ പണയം വെച്ച ചുറ്റികയും കത്തിയും വാങ്ങി. തുടർന്ന് പെൺ സുഹൃത്തിനെ ബൈക്കിൽ സ്വന്തം വീട്ടിൽ എത്തിച്ച ശേഷം ചുള്ളാളത്തുള്ള പിതൃ സഹോദരന്റെ വീട്ടിലെത്തി പിതൃ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തി ധരിച്ചിരുന്ന ഷർട്ട് മാറ്റി ബൈക്കിൽ കരുതിയിരുന്ന ഷർട്ട് തിരിച്ച് വീട്ടിലെത്തി. സ്കൂളിൽ നിന്നെത്തിയ അനുജൻ അഫ്സാനുമായി വെഞ്ഞാറമൂട്ടിലെത്തി കുഴിമന്തി കഴിച്ച ശേഷം തിരികെ വീട്ടിലെത്തിയാണ് അനുജനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്താൻ ശ്രമിച്ച മാതാവ് ഷെമി ഗോകുലം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും തുടരുകയാണ്. ഇവരുടെ എല്ലാം മരണം ഉറപ്പുവരുത്തിയ ശേഷമാണ് പ്രതി പോലീസിൽ കീഴടങ്ങിയത്. നാട്ടിൽ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പ്രതി ഇടയ്ക്ക് വിദേശത്ത് പോയിരുന്നു. നാട്ടിലെത്തി മറ്റു ജോലികൾക്ക് ശ്രമിച്ചിരുന്ന ഇയാൾക്ക് സാമ്പത്തിക ബാധ്യതയുള്ളതായി അറിയില്ല എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. അതേസമയം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയിൽ പ്രതി അഫ്നാന് സാമ്പത്തിക ബാധ്യതയുള്ളതായി പ്രതികരിച്ചുകൊണ്ട് സൗദിയിൽ ജോലി ചെയ്യുന്ന പിതാവ് രംഗത്തെത്തി. ഫർസാനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അഫാനും മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുമാണ് പിതാവ് വ്യക്തമാക്കിയത്. തനിക്ക് ഇവിടെയുള്ള സാമ്പത്തിക ബാധ്യതയല്ലാതെ നാട്ടിൽ ബാധ്യതകളൊന്നുമില്ല. ഫർസാനയുമായുള്ള ബന്ധത്തെക്കുറിച്ചും തനിക്കറിയില്ല എന്നും സൗദിയിൽ കച്ചവടം ചെയ്യുന്ന റഹീം പറഞ്ഞു. അതേസമയം റഹീമിന് സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതിനാൽ നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. കുടുംബത്തിന് 75 ലക്ഷത്തിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും അതാണ് കൊലയ്ക്ക് കാരണമെന്നുമാണ് പ്രതി പോലീസിനും മജിസ്ട്രേറ്റിനും മൊഴി നൽകിയത്. തനിക്ക് 23 വയസ്സാണ്. വാപ്പ ഗൾഫിൽ ഫർണിച്ചർ കട നടത്തുകയാണ്. ബിസിനസിനായി വലിയ വായ്പ എടുത്തു. ബിസിനസ് പൊളിഞ്ഞതോടെ ഭീമമായ കടമായി. നാട്ടിൽ നിന്ന് പണം അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. പിതാവിന്റെ സഹോദരൻ പണം നൽകുന്നില്ല. അമ്മുമ്മയുടെ പക്കൽ ധാരാളം സ്വർണ്ണാഭരണമുണ്ടെങ്കിലും അവരും നൽകുന്നില്ല. അതിനാൽ എല്ലാവരെയും തീർത്തു കളയാൻ തീരുമാനിച്ചു. ഇന്നലെ രാവിലെ ഉമ്മുമ്മയാണ് ആദ്യം കൊലപ്പെടുത്തിയത്. കഴുത്തിൽ ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അവരുടെ മാലയെടുത്ത് പ്രദേശത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പണയവും വെച്ചു. കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. പണയം വെച്ച പണം ഉപയോഗിച്ച് ചുറ്റിക വാങ്ങി. ഇതുപയോഗിച്ചാണ് ബാക്കിയുള്ളവരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. പിന്നീട് മോട്ടോർ സൈക്കിളിലാണ് മറ്റ് വീടുകളിലെത്തി ഓരോരുത്തരെയായി കൊലപ്പെടുത്തിയത്. രോഗിയായ മാതാവ് ഒറ്റയ്ക്കായി പോയാൽ ചികിത്സയടക്കം തടസ്സപ്പെടും എന്നതിനാലാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. കാമുകിക്ക് താനില്ലാതെ ജീവിക്കാനാകില്ലെന്ന് കരുതിയാണ് കൊന്നത്. കാമുകിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോഴാണ് 13 വയസ്സുള്ള ഇളയ സഹോദരൻ സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയത്. ഇതേ കാരണത്താൽ തന്നെയാണ് സഹോദരനെയും കൊന്നത് എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. അതേസമയം ശേഷം വിഷം കഴിച്ച പ്രതി ആശുപത്രിയിൽ തുടരുകയാണ്. പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.